നമസ്കാരം. അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 UP ഇന്റർവ്യൂ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തും കഴിഞ്ഞു. ഇത് അടുത്ത ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തന്നെ കുറച്ച് സമയം വേണം എന്നതുകൊണ്ടാണ് കുറച്ച് ചോദ്യങ്ങൾ അവയുടെ കണ്ടന്റ് ഉൾപ്പെടെ നിങ്ങളിലേക്ക് തരുന്നത്. വെറുതെ ചോദ്യങ്ങൾ പറഞ്ഞു പോവുക എന്നതിനേക്കാൾ അപ്പുറം. നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയൊക്കെ ചെയ്യുക. എങ്കിലേ കൃത്യമായി നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നിരിക്കെ വീഡിയോസ് എല്ലാം കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കണ്ടന്റും നമ്മുടെ ചാനലിൽ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്കൂൾ പ്രൊഡക്ഷൻ സെന്ററിനെ കുറിച്ചും സ്കൂൾ ലബോറട്ടറി, അതുപോലെ തന്നെ 2025 സ്കൂൾ സന്നദ്ധതാ പ്രവർത്തനങ്ങൾ. അത് ഇനി ചോദിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് എനിക്ക് പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നത്, നിലവിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് സന്നദ്ധതാ പ്രവർത്തനങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം എന്ന് പറയുന്നവയുണ്ട്. അവ കുറച്ചുകൂടി പ്രാധാന്യത്തോടെ നമ്മൾ അറിയണം എന്ന് തോന്നുന്നു. അതിന് പ്രസക്തിയുണ്ട് അല്ലെ. അപ്പൊ അവയിൽ ചിലത് കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാം നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടും, ചെറിയ വീഡിയോസ് ആണ് നിങ്ങൾ എപ്പോഴും കാണാൻ പ്രിഫർ ചെയ്യുന്നത് എന്നതുകൊണ്ട് അധികം നീട്ടുന്നില്ല. ഇനി നോക്കാം. സ്കൂൾ പ്രൊഡക്ഷൻ സെന്റർ. സ്കൂൾ പ്രൊഡക്ഷൻ സെന്റർ പെട്ടെന്നുണ്ടായ ഒരു പദ്ധതി ഒന്നുമല്ല. നിലവിലത്തെ അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഇത് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് മുൻപേ ഉള്ളതാണ് എന്ന് മുതലാണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷെ കൃത്യമായിട്ട് നമ്മളിത് നോക്കി വെച്ചിരിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി, ഈ ചോദിച്ച ചോദ്യങ്ങളുടെയൊക്കെ സോഴ്സ് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് DLEDന്റെ ടെക്സ്റ്റ്, അതുപോലെ തന്നെ ഫീൽ ചെയ്ത ഒന്നാണ് HMSന് കിട്ടുന്ന ഒരു HMS മാനുവൽ ഉണ്ട്, ഹെഡ് മാസ്റ്റേഴ്സ് മാനുവൽ. അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ധാരാളമായി കണ്ടിട്ടുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇതൊക്കെ റെഫർ ചെയ്താണ് നമ്മളുടെ കണ്ടന്റുകൾ എപ്പോഴും വരുന്നത്. ഇനി അത് എവിടെയാണ് എന്നൊക്കെ അന്വേഷിച്ച് നടക്കണ്ട. അപ്പോൾ നമുക്ക് നോക്കാം സ്കൂൾ പ്രൊഡക്ഷൻ സെന്റർ എന്താണ് എന്നുള്ളത്. കുട്ടികളുടെ ഒഴിവു സമയം ക്രിയാത്മകമായും തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സജ്ജമാക്കുന്നതിനുതകുന്ന പദ്ധതിയാണ് സ്കൂൾ പ്രൊഡക്ഷൻ സെന്റർ എന്ന് പറയുന്നത്. കുട്ടികളുടെ സമ്പൂർണ്ണ വ്യക്തിത്വ വികസനം സാധ്യമാക്കുന്നതിന് തൊഴിലധിഷ്ഠിത വിജ്ഞാനം ലഭ്യമാക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സ്കൂൾ പ്രൊഡക്ഷൻ സെന്റർ. വിദ്യാലയ വർഷാരംഭത്തിൽ തന്നെ പ്രവൃത്തി പരിചയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അനുയോജ്യരായ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കണ്ടെത്തണം. PTA പ്രതിനിധികൾ, സാങ്കേതിക വിഭവങ്ങൾ, പ്രാദേശിക റിസോഴ്സ് പേഴ്സൺസ്, അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കണം. പ്രധാനാധ്യാപകൻ ചെയർമാനും ചാർജുള്ള അധ്യാപകൻ കൺവീനറും ആയിരിക്കണം. തൊഴിൽ സാധ്യതയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്ത് തൊഴിൽ പരിശീലനം നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിക്കാം. നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ യഥേഷ്ടം ലഭ്യമാക്കാനും ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്താനും മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കേണ്ടതാണ്. ഇതിനാവശ്യമായ മൂലധനം പഞ്ചായത്ത്, സ്വയം സഹായക സംഘങ്ങൾ, PTA, NGO, SSA എന്നിവയിൽ നിന്ന് കണ്ടെത്തേണ്ടതാണ്. സ്കൂളുകൾ, ആശുപത്രികൾ, വിപണന മേളകൾ എന്നിവയിലൂടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്താവുന്നതാണ്. പഠനയാത്രകൾ നടത്തി തൊഴിൽ സ്ഥാപനങ്ങളും സാങ്കേതിക സ്ഥാപനങ്ങളും സന്ദർശിക്കുന്നതും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും നന്നായിരിക്കും. ലാഭത്തിൽ 75% പങ്കെടുക്കുന്ന കുട്ടികൾക്കും 10% വിദ്യാലയത്തിനും 10% ബന്ധപ്പെട്ട അധ്യാപകനും 5% വർക്ക്ഷോപ്പിന്റെ നവീകരണത്തിനും ഉപയോഗിക്കാവുന്നതാണ്. വിറ്റ് കിട്ടുന്ന തുക ഫിക്സഡ് ഡെപ്പോസിറ്റിലോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ നിക്ഷേപിക്കുന്നതിനും കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നതിനും പ്രധാനാധ്യാപകൻ ശ്രദ്ധിക്കേണ്ടതാണ്. രക്ഷിതാക്കൾക്കും തൊഴിൽ പരിശീലനം നൽകാവുന്നതാണ്. തൊഴിൽ പരിശീലനത്തിന് ഏറ്റെടുക്കാവുന്ന പ്രോജക്റ്റുകളുണ്ട്. ഒന്ന് കുട നിർമ്മാണം, അതുപോലെ സോപ്പ് നിർമ്മാണം, നോട്ട് ബുക്ക് നിർമ്മാണം, പഴയ പുസ്തക ബൈൻഡിങ്, കരകൗശലം, ടോയ് മേക്കിംഗ്, കയർ ഉൽപ്പന്നങ്ങൾ, മെഴുകുതിരി, ചന്ദനത്തിരി, വുഡ് കാർവിംഗ്, മെറ്റൽ വർക്ക്, ഹാൻഡിക്രാഫ്റ്റ്, അതുപോലെ പപ്പടം, കാർപെൻറ്ററി, പിക്കിൾസ്, വല നിർമ്മാണം, പ്രിന്റിംഗ്, ഫാബ്രിക് പ്രിന്റിംഗ്, പെയിന്റിംഗ്, പിന്നെ അതുപോലെ ഫാബ്രിക് പ്രിന്റിംഗ്, പ്ലാസ്റ്റിക് ക്യാനിന്റെ വർക്ക്, അതുപോലെ മുള, ഈറ്റ വർക്കുകൾ, വാഴനാര്, കൗതുക വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണം, പലഹാര നിർമ്മാണം, ക്ലേ മോഡൽസ്,
പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ വർക്ക്, നഴ്സറി അതായത് ചെടികളുടെ നഴ്സറി, തേനീച്ച വളർത്തൽ, പൗൾട്രി ഫാം, പഞ്ചഗവ്യം, ത്രെഡ് വർക്ക്, ഫ്ലവർ മേക്കിംഗ് വിത്ത് പേപ്പർ, ഓഫീസ് ഫയൽ മേക്കിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായൊരു ലിസ്റ്റ് തന്നെ, ഒരു 37 ഇനം ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രഷ് മേക്കിംഗ്, സ്പൈസസ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അതുപോലെ വായിച്ചു തന്നത് ഇനി ആ മെറ്റീരിയൽ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയാതിരിക്കാനാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്കൂൾ സ്റ്റോറുകൾ നിർമ്മിച്ചൂടെ? ഗുണമേന്മയുള്ള സ്കൂൾ സംബന്ധമായ സ്റ്റേഷനറികൾ ന്യായമായ വിലയ്ക്ക് വിദ്യാർത്ഥികൾക്ക് യഥാസമയം ആവശ്യാനുസരണം ലഭ്യമാക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്കൂൾ സ്റ്റോറുകളും നിർമ്മിക്കാം കേട്ടോ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ സ്കൂൾ സ്റ്റോറുകളിലും വിൽപ്പനയ്ക്ക് വെച്ചൂടെ? അപ്പൊ നമ്മളിവിടെ എന്തുകൊണ്ട് ഈ ചോദ്യം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കുന്നതിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഈ പറയുന്ന സ്കൂൾ പ്രൊഡക്ഷൻ സെന്ററിന്റെ പ്രവർത്തനവുമായിട്ട് കോർത്തിണക്കാനൊക്കെ പറ്റും അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചോദ്യം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നിന്ന് ഈ ഒരു കാര്യം വായിച്ചപ്പോ നമ്മള് ചില കാര്യങ്ങള് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, ആരൊക്കെയാണ് ഇതിൽ വേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ മറ്റേതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ഓർമ്മ വന്നോ? SSG യെ കുറിച്ച് ഓർമ്മ വന്നോ? അതായത് പ്രാദേശിക റിസോഴ്സ് പേഴ്സൺസും അധ്യാപക പ്രതിനിധികളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? PTA അംഗങ്ങള്. അപ്പൊ ഇവരെല്ലാം കൂടി ചേരുന്നതൊക്കെ തന്നെയാണ് എന്ത്? SSG, സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെ? അതെന്താണ് എന്നൊക്കെ നോക്കി വെച്ചേക്കണേ. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കേട്ടും കണ്ടും ഒക്കെ മനസ്സിലാക്കി വെക്കുക. SSGയും പിന്നെ SRGയും ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. ഇതൊക്കെ മാറിയും തിരിഞ്ഞും ഒന്നും പോകാതെ മനസ്സിലാക്കിയാൽ നന്ന് കേട്ടോ. അപ്പോ സ്കൂൾ പ്രൊഡക്ഷൻ സെന്റർ എന്താണ് എന്ന് മനസ്സിലായി. ഇനി സ്കൂൾ ലബോറട്ടറി, UP ക്ലാസ്സുകളിലൊക്കെ സ്കൂൾ ലബോറട്ടറി എങ്ങനെ നടപ്പിലാക്കാം, എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വന്നു. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് സ്കൂൾ ലബോറട്ടറി, എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ. അപ്പൊ ഹെഡ് മാസ്റ്റേഴ്സ് മാനുവൽ പ്രകാരം അവർക്ക് കിട്ടിയ നിർദ്ദേശങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, ഗണിതശാസ്ത്രം, ഭാഷകൾ എന്നിവയുടെ പഠനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലബോറട്ടറിയിൽ ഉണ്ടാവണം. വർഷം തോറും ലബോറട്ടറി ഫീസ് ഇനത്തിൽ കുട്ടികളിൽ നിന്ന് പിരിക്കാറുണ്ടെങ്കിലും മുഴുവൻ തുകയും ഈ ആവശ്യത്തിന് വിനിയോഗിക്കാത്ത സ്ഥിതി ഇന്നുണ്ട്. പല സ്കൂളുകളിലും മുൻവർഷങ്ങളിൽ വിനിയോഗിക്കാത്ത ഭീമമായ തുക ഇപ്പോഴും നീക്കിയിരിപ്പുണ്ട്. പിരിയുന്ന ലബോറട്ടറി ഫീസ് അതാത് ഇനങ്ങൾക്ക് അതാത് വർഷം തന്നെ വിനിയോഗിക്കണമെന്ന് KER പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ വരികളൊന്നും ഒഴിവാക്കാതെ പറഞ്ഞതേ ചില സ്കൂളുകളുടെയൊക്കെ അവസ്ഥ മനസ്സിലാക്കാനാണ്. ഇത് കുറച്ച് പഴയ പുസ്തകമാണ് കേട്ടോ. ഇപ്പൊ അങ്ങനെ ഉണ്ടെന്നല്ല, എങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ പോകുന്നിടത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ. ഓക്കെ. ഫീസിന് പുറമെ സ്കൂൾ ഗ്രാന്റ്, ടീച്ചർ ഗ്രാന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട്, സന്നദ്ധ സംഘടനകളുടെ സ്പോൺസറിങ് എന്നിവ വഴി ബാക്കിയുള്ള ഉപകരണങ്ങളും മറ്റും വാങ്ങാവുന്നതാണ്. ലബോറട്ടറിയിലേക്കുള്ള ഉപകരണങ്ങൾ നമ്മൾ എങ്ങനെയാണ് അതിനുള്ള ഫണ്ട് കണ്ടെത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇത് നടപ്പിലാക്കേണ്ട രീതി നോക്കാം. ലബോറട്ടറിയിലുള്ള വസ്തുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ഇതിനായി ലാബിന്റെ ചാർജ് ഒരു ടീച്ചർക്ക് നൽകാം. ഇനി വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് SRGയിൽ തയ്യാറാക്കുക. നിങ്ങൾ ഏതൊരു പ്രവർത്തനം സ്കൂളിൽ ആസൂത്രണം ചെയ്യുമ്പോഴും അതേക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുമ്പോൾ, ഇപ്പൊ പഠനയാത്രയെക്കുറിച്ച് ചോദിക്കുക, ഫീൽഡ് ട്രിപ്പ് അതിനെക്കുറിച്ച് ചോദിക്കുക അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും SRGയുടെ കാര്യം എടുത്തു പറയാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കുന്നത്. നമ്മുടെ ആശയം നമ്മൾ ചെന്ന് HMനോട് പറഞ്ഞ് അങ്ങ് നടപ്പിലാക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ HMനോട് സംസാരിക്കുക, അദ്ദേഹം ടീച്ചർ എന്ത് ചെയ്യും? SRG ഒക്കെ വിളിച്ചു ചേർക്കുക. SRG കൺവീനറിന്റെ നേതൃത്വത്തിൽ അവിടെ നമ്മൾ കൂടി തീരുമാനമെടുത്ത് അത് അപ്രൂവൽ ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങളും കൂടിയൊക്കെ പരിഗണിച്ച് വേണം ഓരോ പ്രവർത്തനവും നടത്താനായിട്ട്, മികച്ച ആസൂത്രണത്തോടെ. അതുകൊണ്ട് SRG വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എപ്പോഴും നിങ്ങളോടൊരു ചോദ്യം വന്നാൽ ഉപയോഗിക്കേണ്ടിടത്ത് അത് കൃത്യമായി ഉപയോഗിക്കുക. ഇനി അടുത്ത പോയിന്റ്, ഉപയോഗയോഗ്യമല്ലാത്ത ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും നിയമാനുസൃതം എഴുതിത്തള്ളാൻ പ്രധാനാധ്യാപകൻ നടപടിയെടുക്കണം. ഈ ബാധ്യത പ്രധാനാധ്യാപകൻ ഏറ്റെടുത്തേ തീരൂ. മേലധികാരികളുടെ അടുത്ത പരിശോധന വരെ പൊട്ടിപ്പോയവ സ്റ്റോക്കിൽ ചേർത്ത് സൂക്ഷിക്കണം.
പ്രധാനാധ്യാപകൻ, SRG കൺവീനർ അടങ്ങുന്ന പർച്ചേസിംഗ് കമ്മിറ്റി രൂപീകരിക്കുക. ഉപയോഗ്യമായവ മാത്രം വാങ്ങുക. ലോ കോസ്റ്റ്, നോ കോസ്റ്റ് ഉപകരണങ്ങൾ പ്രാദേശികമായി ഉണ്ടാക്കുക. ലോ കോസ്റ്റ്, നോ കോസ്റ്റ് ഒക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഇതിനായി SSG, PTA, ടീച്ചേഴ്സ് വർക്ക്ഷോപ്പുകൾ എന്നിവ സംഘടിപ്പിക്കുക. എന്നുവെച്ചാൽ ഈ ലോ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, നോ കോസ്റ്റ് ആയിട്ടുള്ള ഇവയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ശില്പശാലകളൊക്കെ സംഘടിപ്പിക്കുക. വാങ്ങിയവ സ്റ്റോക്ക് രജിസ്റ്ററിൽ ചേർക്കുക. ആവശ്യമായ റിപ്പയറുകൾ കാലാകാലങ്ങളിൽ നടത്തുക. ജില്ലാ PWD ഇലക്ട്രോണിക്സ് വിഭാഗം കേടുവന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്തു തരും. അധ്യാപകർ ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും ക്ലാസ്സിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലാബിലെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ കുട്ടികൾക്ക് പരിശീലനം നൽകുക. എല്ലാ ഇനങ്ങൾക്കും ലേബൽ എഴുതി ഒട്ടിക്കുക. ലബോറട്ടറിക്ക് സ്വന്തമായോ അല്ലാത്ത പക്ഷം ലൈബ്രറിക്കും കൂടിയോ ഒരു മുറി അഭികാമ്യമാണ്. പ്രത്യേക സൗകര്യമില്ലെങ്കിൽ സ്റ്റാഫ് റൂം അല്ലെങ്കിൽ ഓഫീസ് റൂമിന്റെ ഒരു മൂല ഇതിനായി ഒരുക്കണം. ആവശ്യമായ ഫർണിച്ചർ എത്ര എന്ന് കണ്ടെത്തി സംഘടിപ്പിക്കുക. ഇതിനായി GP, NGO, PTA ഇവരുടെ സഹായം തേടാം. ഒരു സ്കൂളിലേക്ക് 2 ഗ്ലോബുകൾ മാത്രം മതിയോ? ഗ്രൂപ്പിന് 1 വീതം കൈകാര്യം ചെയ്യാൻ കിട്ടണ്ടേ? അപ്പൊ ഇതിനൊക്കെയുള്ള രീതിയിൽ, അതായത് ഗ്ലോബ് മാത്രമല്ല, ഏതൊരു വസ്തുവാണെങ്കിലും 1 മാത്രം പോരാ. സ്കൂളിലെ കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ഉപകരണങ്ങൾ സജ്ജീകരിക്കണമെന്ന് അർത്ഥം. ഇനി ലാബിന്റെയൊക്കെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അനുബന്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? രക്തഗ്രൂപ്പിന്റെ നിർണയം, റിലീഫ് മാപ്പ് അല്ലെങ്കിൽ ഉപകരണ നിർമ്മാണം, വിവിധ ക്ലബ്ബുകളുമായി പ്രവർത്തനം ബന്ധിപ്പിക്കുക, പ്രദർശനങ്ങൾ, മണ്ണിന്റെ pH പരിശോധന, വിവിധ ശേഖരങ്ങൾ, കുട്ടികൾക്ക് ലാബ് കിറ്റുകൾ, ലാബ് കോംപ്ലക്സുകളുടെ പ്രവർത്തനം തുടങ്ങിയവയൊക്കെ ലാബിന്റെ ആഭിമുഖ്യത്തിൽ, സ്കൂൾ ലബോറട്ടറിയുടെ ആഭിമുഖ്യത്തിൽ നടത്താവുന്ന മറ്റു പ്രവർത്തനങ്ങളാണ്. ഇനി ഇത് ഞാൻ ജസ്റ്റ് വായിച്ചു പോയതേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം സ്കൂൾ ലബോറട്ടറി. ഇനി ഈ സ്കൂൾ ലബോറട്ടറി എന്ന് പറയുമ്പോൾ നിങ്ങളോടാണ് ഈ ചോദ്യമെങ്കിൽ എങ്ങനെയൊക്കെ ഉത്തരം പറയും? സ്കൂളുകളിൽ ലാബുകൾ അത്യാവശ്യമാണ് അല്ലെ? കാരണം നമ്മളിപ്പോ കണ്ടും കേട്ടും ചെയ്തുമാണ് പഠിക്കുന്നത്. പ്രവർത്തനാധിഷ്ഠിത പ്രക്രിയ ബന്ധിത ക്ലാസ് റൂമുകളാണ് നിലവിലത്തെ ക്ലാസ് റൂമുകൾ. അത്തരം സംവിധാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും ലാബുകൾ ഒരു സ്കൂളിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഓരോ വിഷയത്തിന്റെയും ലാബിൽ അതാത് വിഷയവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഉണ്ടാകണം. ഈ ഉപകരണങ്ങൾ ഏതൊക്കെയെന്ന് SRG കൂടി അധ്യാപകർ തീരുമാനിക്കേണ്ടതാണ്. അതിനുള്ള ഫണ്ട് വിവിധ തരത്തിൽ നമുക്ക് കണ്ടെത്താം. സ്റ്റാഫ് ഫണ്ടിൽ നിന്ന്, അതുപോലെ നമുക്ക് കിട്ടുന്ന SSA ഫണ്ട്, അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയൊക്കെ സംഭാവന, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഫണ്ടുകൾ സ്വീകരിച്ച് ലബോറട്ടറിയിലെ ഉപകരണങ്ങളുടെ നിലവാരമൊക്കെ മെച്ചപ്പെടുത്താം. കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങി കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. ഇനി ലാബിലേക്ക് ഒരു ഉപകരണം തിരഞ്ഞെടുക്കുമ്പോൾ അത് കുട്ടികളുടെ പ്രായത്തിന് അനുയോജ്യമാണോ, കുട്ടികൾക്ക് സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അധ്യാപകരുടെ ചുമതലയാണ്. അതുപോലെ തന്നെ ലാബ് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകിച്ച് LP UP തലത്തിലൊക്കെ ആണെങ്കിലും കുട്ടികളുടെ ഹൈറ്റ് അനുസരിച്ച് വേണം ഇരിപ്പിടങ്ങൾ സജ്ജമാക്കാൻ. അപകടകരമായ യാതൊന്നും എന്ത് ചെയ്യരുത്, കുട്ടികൾക്ക് എത്തിയെടുക്കത്തക്ക രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യരുത്. അതൊക്കെ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് എടുത്തു കൊടുക്കത്തക്ക രീതിയിൽ വേണം ശ്രദ്ധ വേണ്ട വസ്തുക്കളൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട്, സജ്ജീകരിക്കാനായിട്ട്. അപ്പൊ ഇതിനായിട്ട് സുരക്ഷിതമായ അലമാര അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റുകളൊക്കെ അത്യാവശ്യമാണ്. അതിന്റെ നിയന്ത്രണവും താക്കോലും ഒക്കെ അധ്യാപികയുടെ കൈവശം തന്നെ ആയിരിക്കുകയും വേണം. ചുരുക്കി പറഞ്ഞാൽ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതായിരിക്കണം ലാബുകളിൽ ഉള്ള വസ്തുക്കളൊക്കെ തന്നെ. അതുപോലെ തന്നെ കത്താൻ സാധ്യതയുള്ള വസ്തുക്കള്, അപകടകരമായ വസ്തുക്കള്, ഇതൊന്നും തന്നെ ലാബില് കുട്ടികൾക്ക് പെട്ടെന്ന് എത്തത്തക്ക രീതിയിൽ വെക്കരുത് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ നമ്മൾ അതിനുള്ള പ്രതിവിധികളും വേണ്ടേ? ഇപ്പൊ ഫയർ എക്സ്റ്റിങ്ഷൻ അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കണം അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സുരക്ഷിത സംവിധാനങ്ങൾ, ലാബിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇവ കുട്ടികൾക്ക് കൃത്യമായി കൊടുക്കണം. ഓരോ വസ്തുക്കളും എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കണം. ലാബ് പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴും അധ്യാപികയുടെ നേതൃത്വത്തിൽ തന്നെ, മേൽനോട്ടത്തിൽ തന്നെ നടത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അപകടകരമല്ലാത്ത വസ്തുക്കളാണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും ചെന്ന് പ്രയോഗിച്ച് പഠിക്കാനുള്ള അവസരം ഒരുക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല.
കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതൊക്കെ നമുക്ക് സ്വയം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ സംഘപ്രവർത്തനങ്ങൾക്കുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. കുട്ടികൾക്ക് ആശയങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനൊക്കെയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം. ലാബില് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും അതിന്റെ ആശയങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള വേദികൾ ഒരുക്കി കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അതുപോലെ കൃത്യമായിട്ടൊരു ലാബ് സ്കൂളിന് അതിനുള്ള അനുയോജ്യമായ ഇടം കണ്ടെത്തുന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ മാതൃകാപരമായ പ്രവർത്തന പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ സ്കൂളുകളിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവയിൽ ഉൾപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പറ്റുന്ന PDF-കളൊക്കെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു വെച്ചിരിക്കുക. നിങ്ങൾ അതിന്റെ സോഴ്സുകൾ കണ്ടെത്തി പൂർണ്ണമായി വായിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ചെങ്കിലും ഇവ എങ്ങനെ ഇരിക്കും എന്നെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഉൾപ്പെടുത്തുന്നത്. നോക്കാം. ലഹരിക്കെതിരെയുള്ള പ്രതിരോധത്തിന് നമ്മൾ പറഞ്ഞിരുന്നു, ലഹരി ഉപയോഗം ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അല്ലെ. അപ്പൊ അതിനെതിരെ കുട്ടികളുടെ മനോഭാവം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തെളിവാനം വരയ്ക്കുന്നവർ എന്ന പുസ്തകം ഇറക്കുന്നത്. അതേക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് വെറുതെ ഒരു 3 മുതൽ 13-ാം തീയതി വരെ മാത്രം നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ടല്ല ഇവയൊന്നും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നിർബന്ധമായും 3 മുതൽ 13-ാം തീയതി വരെ ഈ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് അങ്ങോട്ടുള്ള പാഠ്യപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മൊഡ്യൂളുകൾ തയ്യാറാക്കി അധ്യാപകർ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുകയുമാണ് വേണ്ടത്. പൂർണ്ണമായിട്ട് കുട്ടികളിലേക്ക് മൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വർഷത്തിലുടനീളം അധ്യാപകർ ഇത് മനസ്സിൽ വെച്ച് വേണം പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ എന്നാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ലഹരിക്കെതിരെയുള്ള പ്രതിരോധം. ലഹരി ഉപയോഗം ഇന്ന് നാം നേരിടുന്ന പ്രധാന സാമൂഹ്യ ഭീഷണിയാണ്. കുട്ടികൾ അവരുടെ ചുറ്റുപാടുകളും ലഹരി വഴി ഉണ്ടാകുന്ന ദോഷങ്ങൾ സംബന്ധിച്ചും അത് സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തിപരമായും ഉണ്ടാക്കുന്ന അനുരണനങ്ങൾ സംബന്ധിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ലഹരി ഉപയോഗത്തിനെതിരായ മനോഭാവം കുട്ടികൾ വളർത്തുക എന്നതാണ് പ്രധാനം. അതിന് സഹായകമായ രചനയാണ് എന്ത്? തെളിവാനം വരയ്ക്കുന്നവർ. അത് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, തെളിവാനം വരയ്ക്കുന്നവർ എന്ന പുസ്തകം. പ്രസ്തുത പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ക്ലാസ് റൂം പ്രക്രിയയുടെ ഭാഗമാക്കാവുന്നതാണ്. സ്ക്രിപ്റ്റ് തയ്യാറാക്കി നാടകം, സെമിനാർ, ഡിബേറ്റ്, റോൾ പ്ലേ തുടങ്ങിയവ നടത്തുമ്പോൾ ഭാഷാപരമായ വികാസത്തിൽ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്താൻ കഴിയും. അപ്പൊ ഇത് പഠന പ്രവർത്തനം കൂടിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം അല്ലെ. കുട്ടികൾക്ക് പാഠ്യേതരമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് പഠന പ്രവർത്തനങ്ങളുമായിട്ട് കോർത്തിണക്കി നമുക്ക് കുട്ടികളെ വിലയിരുത്താനും കൂടി സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ പുസ്തകം കാണേണ്ട, തെളിവാനം വരയ്ക്കുന്നവർ, ഇതാണ് ആ പുസ്തകം കേട്ടോ. വിമുക്തി, കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയതാണ്. ഇത് എക്സൈസുമായിട്ട് ബന്ധപ്പെട്ടാണ്, അവരും കൂടി ചേർന്നിട്ടാണ് കേട്ടോ. തെളിവാനം വരയ്ക്കുന്നവർ. ഇതാണ്ട് ഇതിനകത്ത് പോലീസ് വകുപ്പിന്റെ നമ്പർ, ചിരി പദ്ധതിയൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇവയുടെയൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഈ നമ്പേഴ്സ് ഒന്ന് പഠിച്ച് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ചൈൽഡ് ലൈൻ നമ്പറൊക്കെ നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഫോൺ നമ്പർ ഒന്നും ചോദിക്കാൻ സാധ്യതയില്ലെങ്കിലും ഈ പദ്ധതികൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. പോലീസ് വകുപ്പിന്റെ പദ്ധതിയാണ് ലഹരിക്കെതിരെയുള്ളത് ചിരി. എക്സൈസ് വകുപ്പാണ് വിമുക്തിയും നേർവഴിയും. അപ്പൊ ലഹരിയുടെ ഉപയോഗം മൂലം വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അധ്യാപകർക്ക് എക്സൈസ് വകുപ്പിനെ അറിയിക്കാനുള്ള പദ്ധതിയാണ് ഈ പറയുന്ന നേർവഴി. ഓക്കെ. അപ്പൊ ആരോഗ്യ വകുപ്പ് നടത്തുന്നതാണ് ദിശയും ചൈൽഡ് ലൈനും. ചൈൽഡ് ലൈനിന്റെ നമ്പർ 1098. വനിതാ ഹെൽപ്പ് ലൈനും ഉണ്ട്. അപ്പൊ ഇനി അടുത്തതൊന്നാണ് പരാതിപ്പെട്ടി. പരാതിപ്പെട്ടി പണ്ട് മുതലേ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് കുറച്ചുകൂടി നിർബന്ധമാക്കി വരുന്ന കണക്ക് ഈ അടുത്തിടയ്ക്കും അതിന്റെ ഒരു കട്ടിങ് വന്നിരുന്നു കേട്ടോ. വാർത്ത പോലെ വന്നിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ എഴുതിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പെട്ടി സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഇനി ജാഗ്രതാ സമിതി, പൊതുജന പങ്കാളിത്തത്തോടു കൂടി ലഹരിക്കെതിരെ അണിനിരക്കാൻ രൂപീകരിക്കുന്ന സമിതിയാണ് ജാഗ്രതാ സമിതി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. ഇപ്പൊ വിമുക്തി, ജീവിതം തന്നെ ലഹരി അല്ലെ. തെളിവാനം വരയ്ക്കുന്നവർ. ആദ്യം കുട്ടികളുടെ ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇതിനകത്ത് പെൺകുട്ടിയുണ്ട്, ആൺകുട്ടികളുണ്ട്, മുടിയൊക്കെ വളർത്തിയ കുട്ടിയുണ്ട്. നമുക്ക് യൂണിഫോം കണ്ടിട്ടോ അപ്പിയറൻസ് കണ്ടിട്ടോ അത് ഏത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ
ഭിന്നലിംഗമാണോ ഒന്നും മനസ്സിലാക്കാനാകില്ല. അപ്പൊ ഇതിൽ തന്നെ ഒരു ആശയമുണ്ട്, യൂണിറ്റി എന്ന് പറയുന്ന ആശയം അല്ലേ. അങ്ങനെ ആ ഒരു ആശയത്തോടെ എന്തിനെ കണ്ടാലും ഒന്ന് വിശകലനം ചെയ്യാൻ നോക്കുക. ഓക്കെ, അടുത്തത് കണ്ടോ, മാനം കറക്കും നേരം എന്ന് പറഞ്ഞിട്ട് ഇത് എന്താണ് എന്നൊരു പൊതുധാരണ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ശീമക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കുറിച്ചാണ് ഇത് പറയുന്നത്. അവിടെ നടക്കുന്ന ഒരു കഥ പോലെ കഥയായി അവതരിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ പ്രവേശനോത്സവം നടക്കുകയാണ്. അപ്പൊ ആ പ്രവേശനോത്സവത്തിന്റെ ആഘോഷ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡന്റും അതിനെ പിൻപറ്റിക്കൊണ്ട് കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇവയൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രധാന കഥാപാത്രം അലനാണ്. അപ്പൊ ശീമക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂൾ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു ഇടമായി അലന് തോന്നി. കണ്ട, അലൻ ആണ് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. വേനലവധിക്ക് ശേഷം സ്കൂൾ തുറക്കുകയാണ്. അപ്പൊ ആ ഒരു ദിവസം ആ സ്കൂളിൽ നടക്കുന്നത് അവരുടെ സുഹൃത്തായിട്ടുള്ള 9ാം ക്ലാസ്സിലെ സൂരജിനെ അനുമോദിക്കുകയാണ്. സൂരജ് സ്പോർട്സ് ഇനത്തിലൊക്കെ മത്സരിച്ച് അവന് പിന്നെ എന്താണ് സമ്മാനമൊക്കെ കിട്ടിയതിന്റെ പേരിലുള്ള ഒരു മത്സരം അല്ല, ഒരു ആദരിക്കലാണ് കേട്ടോ. കഴിഞ്ഞ വേനലവധിക്കാലത്ത് നടന്ന സംസ്ഥാനതല ദീർഘദൂര ഓട്ടത്തിൽ ചാമ്പ്യൻ ആയത് സൂരജ് ആയിരുന്നു. അപ്പൊ സൂരജിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ സൂരജിന്റെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി പിന്നെ അവിടെ അലങ്കരിക്കുന്നത്, സോനു തൂണിൽ വലിഞ്ഞു കയറി എന്താണ് അലങ്കരിക്കാൻ ശ്രമിക്കുന്നതും അതിൽ നിന്ന് താഴെ വീഴാൻ ശ്രമിക്കുന്നതും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ എടുത്തു പറഞ്ഞത്, ഈ ഓരോ സന്ദർഭവും കുട്ടികൾ എന്ത് ചെയ്യണം, അഭിനയിച്ച് കാണിക്കണം. അപ്പൊ അവിടെ ഒരു ചിരി പടരാനൊക്കെയുള്ള സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികളെ ചിരിപ്പിച്ചും രസിപ്പിച്ചും കുട്ടികളിലേക്ക് ആശയങ്ങൾ എത്തിക്കുകയാണ് ഈ ഒരു പുസ്തകം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ തൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, സൂരജിന് വേണ്ടിയിട്ട് അവരവിടെ കൂടെയുള്ള കൂട്ടുകാരെല്ലാവരും കൂടി ഭംഗിയായി അവിടെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണ് വേദിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സൂരജിന്റെ കൈപിടിച്ച് എന്തോ സംസാരിക്കുന്നു. അപ്പോൾ ഓഡിറ്റോറിയം കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും കൊണ്ട് ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞു. 10ഡിയിലെ കുട്ടികൾ പതിവ് പോലെ ഏറ്റവും പിറകിൽ ചുവരും ചാരി നിന്നു. വേദിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സൂരജിന്റെ കൈപിടിച്ച് എന്തോ സംസാരിക്കുന്നു. സോനു ഓടി വന്ന് അലന്റെ തോളിൽ കൈതട്ടിയിട്ട് അഭിമാനത്തോടെ വേദിയിലേക്ക് നോക്കി. കൂട്ടുകാരന്റെ നേട്ടം അവന്റെ നേട്ടമായിട്ട് അവൻ കാണുന്നു അല്ലെ. PTA പ്രസിഡന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം ഉപഹാര സമർപ്പണത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചപ്പോൾ എല്ലാവരും ആവേശഭരിതരായി. ഉപഹാരം വാങ്ങി അവൻ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയ ഉടൻ നമ്മളുടെ സമ്മാനവും കൊടുക്കണം, നേഹ അലന്റെ ചെവിയിൽ പറഞ്ഞപ്പോൾ അവര് കൂട്ടുകാരന് വേണ്ടി എന്തോ സമ്മാനമൊക്കെ ഇങ്ങനെ തയ്യാറാക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സൂരജിനെ ഇങ്ങനെ വേദിയിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു സമയത്ത് സൂരജിന്റെ മുഖം കണ്ട സൂരജ് തന്റെ മുഖത്തേക്ക് അലക്ഷ്യമായി വീണ് കിടക്കുന്ന മുടി വെറുതെ ഒന്ന് ഒതുക്കാൻ ശ്രമിച്ചു. അവൻ സദസ്സിനെ ഒന്ന് നോക്കി. ഉപഹാരം വാങ്ങുവാനായി കൈകൾ പതിയെ മുന്നോട്ട് നീട്ടിയപ്പോൾ അവ പതിവില്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സൂരജിലെ മാറ്റങ്ങളാണ് ഇവിടെ പറയുന്നത്. അവൻ മറ്റുള്ള കുട്ടികളെ പോലെയല്ല, അവനിൽ എന്തൊക്കെയോ ഭാവമാറ്റങ്ങൾ വരുന്നു. അപ്പൊ ഈ ലഹരിക്കടിമയാവുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന ചില രീതികൾ, ഒരു അലക്ഷ്യ രീതി അല്ലേ, കുളിക്കാത്ത അല്ലെങ്കിൽ മുടി നീട്ടി വളർത്തുന്നവരെല്ലാവരും ലഹരിക്കടിമയാണ് എന്നല്ല, ചീകി ഒതുക്കാൻ മെനക്കെടാത്ത, അവർക്ക് സ്വന്തം ശരീരത്തിനെ കുറിച്ചോ ഒന്നും യാതൊരു ചിന്തയും ഉണ്ടാവില്ല, ഒരു കെയർലെസ്നെസ് ഉണ്ടാവും അല്ലെ. അതൊക്കെ ഇങ്ങനെ കുട്ടികൾ പോലും അറിയാതെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സൂരജിന്റെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞ ശേഷം താണ്ടെ കണ്ടോ, ഇവിടെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യാണ്, താഴേക്ക് നോക്കി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് ഊഹിക്കാനൊക്കെ ആവും. ഈ ഒരു സന്ദർഭത്തിൽ കുട്ടികളോട് അത് ഊഹിച്ച് എഴുതാനും പറയാനും ഒക്കെ പറയാം. അത്തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ ഈ ഒരു കഥ കുട്ടികളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ സൂരജ് പിന്നെ താഴേക്ക് എടുത്ത് ചാടുകയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ അവനാകെ വിഭ്രാന്തി, അവന്റെ പരിഭ്രാന്തിയും അവൻ ആ ലഹരിക്ക് അടിമയായി പോയതും അവന്റെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത പേടിയോ ചിന്തയോ ഒക്കെ വന്നിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെ സൂരജിന് എന്ത് പറ്റി എന്നറിയാൻ അലനും കൂട്ടുകാരും ഒക്കെ ശ്രമിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ പോയി കാണുന്നു. അങ്ങനെയൊക്കെയുള്ള ഈ ഒരു കഥ ഇങ്ങനെ നീണ്ടുപോയി. ലഹരി എന്ന് പറയുന്ന വസ്തു നമ്മളിൽ ഉണ്ടാക്കുന്ന ഈ ഒരു കുട്ടികളെ എത്രത്തോളമാണ് ബാധിക്കുന്നത് എന്ന ധാരണ
ഈ ഒരു കൈപ്പുസ്തകത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ശേഷം കഥയൊക്കെ നിങ്ങൾ സ്വയം വായിച്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ അലനിലൂടെ തന്നെ അലന്റെ അച്ഛനെ കുറിച്ച് പിന്നെ അച്ഛന്റെ അവസ്ഥ കണ്ടോ, അച്ഛന്റെ അവസ്ഥ കണ്ടോ, മദ്യപാനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷമുള്ള പ്രവർത്തനം നോക്കിക്കോ. അലന്റെ ജീവിതകഥ പൂർണ്ണമാക്കൂ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കാൻ സ്വന്തം ജീവിതം എന്തൊക്കെയാണ് അലനെ പഠിപ്പിച്ചിട്ടുണ്ടാവുക? അലന്റെ മഴക്കാല ഓർമ്മ പൂർണ്ണമാക്കും. ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അലൻ ഒരു സാധാരണ വീട്ടിലെ നല്ല വെൽ ടു ഡു ആയിട്ടുള്ള രീതിയിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയോ ഒന്നുമല്ല. അവന്റെ ചുറ്റുപാടിലും ഈ ലഹരിയുണ്ട്. അവന്റെ അച്ഛനെ ലഹരി ബാധിച്ചു കഴിഞ്ഞു. പക്ഷെ അവിടെയും അവൻ എന്താണ് ചെയ്തത്? ലഹരിക്കെതിരെ പോരാടുകയാണ്. നമ്മുടെ ഈ ഒരു കേരളത്തിലാണെങ്കിലും ഒരുപാട് ഇടങ്ങളിൽ ഈ ലഹരിയുടെ സാന്നിധ്യമുണ്ട്. ആ ലഹരി സാന്നിധ്യം ഉണ്ട് എന്ന് കരുതി, ഞാൻ ഇതാണ് കാണുന്നത് എന്ന് കരുതി അതിനെ തിരഞ്ഞെടുക്കാതെ അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചെറുതിലെ ഒരു മനോഭാവം ഉണ്ടാക്കി എടുക്കുക എന്നതാണ് ഈ കഥയിലൂടെ ശ്രമിക്കുന്നത്. ചുറ്റുപാട് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളാണ് നമ്മളുടെ വഴി തിരഞ്ഞെടുക്കേണ്ടത് എന്നത് കാണിക്കുന്ന തരത്തിലാണ് ഇത് പോകുന്നത് കേട്ടോ. അത്തരത്തിൽ ഓരോ പേജസ് അത് വേണ്ട കൊളാഷ് നിർമ്മിക്കാനോ അങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ കഥയിലൂടെ തന്നെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്, നമ്മുടെ പാഠപുസ്തകങ്ങൾ പോലെ. ഉണ്ട്, ലഹരിക്കുമെതിരെ ഒരു കൊളാഷ് തയ്യാറാക്കൂ. ക്ലാസ് തലത്തിലും സ്കൂൾ തലത്തിലും കൊളാഷ് നിർമ്മാണം നടത്താം, മത്സരമായി സംഘടിപ്പിക്കാം. അങ്ങനെ ഓരോ പാഠത്തിലും ഓരോ പേജിലും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കുന്നതാണ് തെളിവാന. ഇനി അഥവാ PDF കിട്ടിയില്ലെങ്കിലും ഏകദേശ ധാരണ ഇത്രയൊക്കെ മതി അല്ലേ? ഇത് വെച്ച് നിങ്ങൾക്ക് സംസാരിക്കാനാകുമല്ലോ. ഓക്കെ.